ഫെയ്ത്ത് ക്ലിയറൻസിന്റെ 52ാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ സമകാലീനമായിട്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ബില്ലിനെ കുറിച്ചുള്ള വിശദമായ പഠനമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. ആദ്യമായി ഇത്തരം ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നത് 1976 ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കാലത്താണ്. എന്നാൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള FCRA ആക്ട് നിലവിൽ വരുന്നത് 2010-ലാണ്. 2016-ലും 2018-ലും 2020-ലും ഭേദഗതികൾ വരികയുണ്ടായി. അതേ തുടർന്നാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള FCRA ആക്ട് നിലവിൽ വന്നത്. നിലവിൽ ഇന്ത്യയിൽ 16,000-ലധികം ഓർഗനൈസേഷൻസ് വഴി ഓരോ വർഷവും 22,000 കോടിയിലധികം രൂപയാണ് ഡൊണേഷൻ വഴി FCRA ആക്ടിൻ്റെ കീഴിലൂടെ ഇന്ത്യയിലേക്ക് വരുന്നത്. ആർക്കൊക്കെയാണ് ഇത്തരത്തിൽ വിദേശത്ത് നിന്നും കോൺട്രിബ്യൂഷൻസ് സ്വീകരിക്കാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽസ് ഉണ്ട്, റിലീജിയസ് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ട്രസ്റ്റുകളുണ്ട്, NGOകളുണ്ട്, മറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവയ്ക്കൊക്കെ ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അവർ രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടെ മാത്രമേ ഇത്തരത്തിലുള്ള സംഭാവനകൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനെ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന FCRA ലൈസൻസ് എന്നാണ്. ഇതുള്ളവർക്ക് മാത്രമേ വിദേശത്ത് നിന്ന് ഇത്തരത്തിലുള്ള ധനസഹായം കൈപ്പറ്റാൻ കഴിയുകയുള്ളൂ. ഇവർക്ക് മാനദണ്ഡമായിട്ട് പറയുന്നത് 3 വർഷത്തെ മിനിമം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം, 3 വർഷത്തെ അംഗീകരിച്ച ട്രാക്ക് റെക്കോർഡ്സ് ഉണ്ടായിരിക്കണം, ഈ 3 വർഷത്തിനകത്ത് മിനിമം 15 ലക്ഷം രൂപ റേസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ഇവർ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഈ പൈസ സമാഹരിച്ചത് ആ ലക്ഷ്യത്തിന് വേണ്ടി ഇത് ചെലവഴിച്ചു എന്നതിൻ്റെ രേഖകളും സമർപ്പിക്കാൻ സാധിച്ചിരിക്കണം. ഇതെല്ലാം പരിഗണിച്ചാണ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള സംഘടനകൾക്കോ വ്യക്തികൾക്കോ ഗവൺമെൻറ് ലൈസൻസ് അനുവദിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സംഘടനയ്ക്ക് അതിൻ്റെ എല്ലാ അക്കൗണ്ടുകളിലേക്കും ഈ പണം സ്വീകരിക്കാൻ സാധിക്കുകയില്ല. FCRA അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ന്യൂഡൽഹിയിലുള്ള മെയിൻ ബ്രാഞ്ചിൽ ഈ സംഘടനയ്ക്ക് ഉണ്ടായിരിക്കണം. ആ അക്കൗണ്ടിലേക്ക് മാത്രമേ ഇത്തരം പണം സമാഹരിക്കാൻ കഴിയുകയുള്ളൂ. ഇനി എന്താവശ്യത്തിന് വേണ്ടിയാണോ ഈ പണം സമാഹരിച്ചത് ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പൂർണ്ണമായി ആ തുക വിനിയോഗിച്ചിരിക്കണം. ഈ ലൈസൻസിന് 5 വർഷത്തെ കാലാവധിയേ ഉള്ളൂ. ഓരോ 5 വർഷം കൂടുമ്പോഴും ഈ കാലാവധി പുതുക്കണം. കാലാവധി തീരുന്നതിന് 6 മാസം മുൻപ് ഇത് പുതുക്കാനുള്ള പ്രക്രിയകൾ ആരംഭിച്ചിരിക്കണം. കൃത്യമായ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുകയോ റിന്യൂ ചെയ്യുകയോ ചെയ്യാറുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ കണ്ടാൽ ലൈസൻസ് റദ്ദാക്കുകയോ എപ്പോൾ വേണമെങ്കിലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ ക്യാൻസൽ ചെയ്യാനോ ഉള്ള അധികാരം ഗവൺമെൻറ്റിൻ്റെ പക്കലുണ്ട്. ചില വ്യക്തികൾക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭാവനകൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഉദാഹരണത്തിന് രാജ്യത്തെ വിവിധ മത്സരങ്ങളിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ളവർ, പത്രപ്രവർത്തകർ, മീഡിയ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനീസ്, ഗവൺമെൻറ് ജഡ്ജസ്, ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ അംഗങ്ങളായിട്ടുള്ളവർ, നിയമസഭയിലോ ലോക്സഭയിലോ രാജ്യസഭയിലോ, പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് അഫിലിയേഷനുള്ള ഓർഗനൈസേഷൻസ് തുടങ്ങിയവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനോ വിദേശ ഫണ്ടുകൾ സ്വീകരിക്കാനോ പാടുള്ളതല്ല. FCRA വഴിയായിട്ട് ലഭിക്കുന്ന ഫണ്ടുകൾ സോഷ്യൽ, എഡ്യൂക്കേഷൻ, കൾച്ചറൽ മുതലായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വിനിയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ പൊളിറ്റിക്കൽ, റിലീജിയസ് കൺവെർഷൻ, വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതികൾ തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട്
ഈ പണം ഒരിക്കലും ചെലവഴിക്കാൻ പാടില്ല. വിദേശത്തു നിന്നും വരുന്ന ഈ ധന സഹായം കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നവും ഉടലെടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതാണ് FCRA ആക്ട് ചെയ്യുന്നത്. നിലവിൽ എന്താണ് FCRA ആക്ട്, അതിൻ്റെ ഉത്ഭവം, അതാണ് നമ്മൾ കണ്ടത്. തുടർന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ FCRA ആക്ട് ഇന്ന് കാണുന്ന തലത്തിലേക്ക് 2010 നിലവിൽ വന്നെങ്കിലും ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഷയം ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ്. ഈ സമയത്ത് ഇത്രമാത്രം ഇത് ചർച്ച ചെയ്യപ്പെടാൻ കാരണം 2026 മാർച്ച് 25-ന് ഈ FCRA ബില്ലിൽ കുറച്ച് ഭേദഗതികൾ ശുപാർശ ചെയ്യപ്പെടുകയുണ്ടായി. ഈ ഭേദഗതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്നത്. ഇനി ലൈസൻസ് ഒരു NGO അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പുതുക്കാതിരുന്നാൽ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വരാം, അല്ലെങ്കിൽ ഗവൺമെന്റ് അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്താൽ വിദേശത്തു നിന്നും വരുന്ന ഈ ഫണ്ട്, അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് നിർമ്മിച്ച സ്വത്തിനും മറ്റു വസ്തുവകകൾക്കും എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യം വരും. നിലവിൽ നിയമം വെച്ച് ഗവൺമെന്റ് പല രീതിയിലുള്ള ആക്ഷൻസ് ആണ് സ്വീകരിച്ചു പോരുന്നത്. ഗവൺമെന്റ് കസ്റ്റോഡിയനായിട്ട് മാറും, ട്രസ്റ്റിഷിപ്പ് ഗവൺമെന്റിന് ലഭിക്കും, നിലവിൽ വരുന്ന സഹായ ഫണ്ട് ഉപയോഗിച്ച് ഗവൺമെന്റ് കുറച്ചു കാലത്തേക്ക് ആ ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് തീരുമാനമെടുത്താണ് FCRA ആക്ട് നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ പുതിയതായിട്ട് നിലവിൽ വരുത്തുന്നത് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് 2 തരത്തിലുള്ള അധികാരങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് പ്രൊവിഷണൽ അതോറിറ്റി, താൽക്കാലികമായിട്ടാണ് ലൈസൻസ് ഇല്ലാതാകുന്നതെങ്കിൽ അസറ്റ് വെസ്റ്റിംഗ് എന്ന് പറയും. രണ്ടാമതായിട്ട് പെർമനന്റ് ആയിട്ട് ലൈസൻസ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള NGOകളുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷനുകളുടെ പൂർണ്ണമായ അധികാരം ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ കയ്യിൽ എത്തിച്ചേരുന്നു. വേണ്ടി വന്നാൽ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും വിൽക്കാനും, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് ലയിപ്പിക്കാനും ഉള്ള അധികാരം വരെ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് നൽകുന്നു. രണ്ടാമത്തെ ഭേദഗതിയായിട്ട് കാണുന്നത് ഓട്ടോമാറ്റിക് എക്സ്പിറേഷൻ ആണ്. കൃത്യമായിട്ട് ലൈസൻസ് പുതുക്കാതെ വരുന്ന സാഹചര്യത്തിൽ ആ സംഘടനയുടെ ലൈസൻസ് നഷ്ടപ്പെട്ടു പോകുന്നു. മൂന്നാമത്തെ ഭേദഗതി അതിൻ്റെ ഫങ്ഷണറീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡയറക്ടർ, ട്രസ്റ്റീസ്, മെമ്പേഴ്സ് എല്ലാവരെയും ഇവിടെ ഐഡന്റിഫൈ ചെയ്യുകയാണ്. അവരെല്ലാവരും തന്നെ അക്കൗണ്ടബിൾ ആൻഡ് ലയബിൾ ആയിട്ട് തീരാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ വയലേഷന് ഇത്രയും കാലം 5 വർഷത്തെ തടവായിരുന്നു ശിക്ഷ. എന്നാൽ അത് 1 വർഷമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. പകരം ഇതിന്റെ ഫിനാൻഷ്യൽ പെനാൽറ്റിയിൽ വലിയ വർധനവ് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് എന്തായിരുന്നു FCRA ആക്ട് നിലവിൽ വന്ന രീതിയും സമകാലീനമായിട്ട് ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുണ്ടായ ഭേദഗതികളെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്തിന്റെ പേരിലാണ് ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉയർന്നു വരുന്നത് എന്നതാണ്. നമ്മൾ സൂചിപ്പിച്ച ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭേദഗതികളാണ് ഇതിൽ കൂടുതൽ ആശങ്കകൾക്ക് കാരണമായിട്ടുള്ളത്. ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയും ഓട്ടോമാറ്റിക് എക്സ്പിറേഷന്റെയും വിഷയത്തിൽ മതപരിവർത്തനം തുടങ്ങിയ ചില വിഷയങ്ങൾ ഈ ചട്ടത്തിലുണ്ട്. മതപരിവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ഗവൺമെന്റിന് ഇഷ്ടമുള്ള രീതിയിൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാം. ന്യൂനപക്ഷ NGOകൾ നടത്തുന്ന ഏത് പ്രവർത്തനത്തെയും മതപരിവർത്തനമായിട്ട് വ്യാഖ്യാനിച്ച് നിയമ നടപടി എടുക്കാൻ കഴിയുമെന്നതാണ്. ഇനി സമർപ്പിക്കുന്ന കണക്കുകളിൽ ഏതെങ്കിലും തരത്തിൽ പാകപ്പിഴകൾ ഉണ്ടാവുകയോ അപൂർണമാവുകയോ തക്ക സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ താനെ അതിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാകുന്ന തരത്തിലുള്ള ഭേദഗതികളാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്.
ഇങ്ങനെ ലൈസൻസ് റദ്ദാകുന്ന സ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും പിടിച്ചെടുക്കാനും സർക്കാരിന് കഴിയും. ഈ ആശങ്കകൾ വെറും അസ്ഥാനത്തല്ലെന്നും യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതകൾ ഏറെയാണെന്നും സ്ഥിരീകരിക്കുന്ന സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിലെ 2 സന്നദ്ധ സംഘടനകളുടെ FCRA ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ അപേക്ഷ കേന്ദ്ര സർക്കാർ തള്ളിയ നടപടി ഹൈക്കോടതി റദ്ദാക്കിയതായിട്ട് നമ്മൾ കാണുന്നു. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്: കാരണം കാട്ടാതെയും വ്യക്തമായ കാരണങ്ങളില്ലാതെയും അപേക്ഷ നിരസിച്ച നടപടി സ്വേച്ഛപരവും നിയമവിരുദ്ധവുമാണെന്ന് വിലയിരുത്തിയാണ് കോടതിയുടെ ഉത്തരവ്. കോടതി തുടരുന്നത് ഇങ്ങനെയാണ്: കോടതിയുടെ നിരീക്ഷണങ്ങൾ പരിഗണിച്ച് 3 മാസത്തിനകം അപേക്ഷയിൽ പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുവാനും ആഭ്യന്തര മന്ത്രാലയത്തിലെ FCRA ഡിവിഷന് കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇവയൊക്കെയാണ് FCRA ആക്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ എപ്പിസോഡിൽ വിശദമായിട്ട് മനസ്സിലാക്കിയത്.